കൊടുങ്ങല്ലൂർ അമ്മയുടെ തൃച്ചന്ദനം എന്ന് പറയുന്ന പ്രസാദം പോലെ തന്നെ വർഷത്തിലൊരിക്കൽ മാത്രം കിട്ടുന്ന അമൂല്യമായിട്ടുള്ള ഒരു പ്രസാദം ഉണ്ട്. അതിനെക്കുറിച്ച് അറിയാം. അഷ്ടമംഗല്യം വെക്കുമ്പോൾ അതിൽ വരെ ഈ ഒരു കൂട്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രസാദം എന്ന് പറയുന്നത് വെക്കാറുണ്ട് എന്നാണ് പഴമക്കാർ പറയുന്നത്. കൊടുങ്ങല്ലൂരമ്മയുടെ ഈ പ്രസാദം എന്ന് പറയുന്നത് ദീർഘമംഗല്യത്തിന് വേണ്ടി സ്ത്രീകൾ നെറ്റിയിൽ തൊടാറുണ്ട് എന്നാണ് പറയുന്നത്. ശരണം ദേവി ശരണം. കൊടുങ്ങല്ലൂർ കാവിലാണ്. അപ്പോൾ കൊടുങ്ങല്ലൂർ കാവിൽ നാളെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കൊടുങ്ങല്ലൂർ കാവിൽ വടക്കോട്ട് ദർശനമായിരിക്കുന്ന കൊടുങ്ങല്ലൂരമ്മയുടെ വിഗ്രഹം എന്ന് പറയുന്നത് ദാരു വിഗ്രഹമാണ്. അതായത് വരിക്കപ്ലാവിൻ്റെ തടിയിൽ തീർത്ത വിഗ്രഹമാണ് എന്നുള്ളതറിയാം. അതുപോലെ തന്നെ ആ വിഗ്രഹത്തിന് വേണ്ടതായിട്ടുള്ള തടി എന്ന് പറയുന്നത്, അതായത് പ്ലാവിൻ്റെ ആ ഒരു കാതൽ എന്ന് പറയുന്നത് കൊണ്ടുവന്നിരിക്കുന്നത് കൊടുങ്ങല്ലൂർ തന്നെ കിഴക്ക് ഭാഗത്തുള്ള കോഴിക്കുളങ്ങര എന്ന് പറയുന്ന ദേശത്ത് നിന്നാണെന്നും നമുക്കറിയാം. അതേ തടി വെച്ചിട്ടാണ് ഇവിടെ സപ്തമാതൃക്കളുടെയും ആ രൂപങ്ങൾ കൊത്തിയെടുത്ത് ഇവിടെ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ദാരു ശില്പത്തിന് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ അതിൻ്റെ സംരക്ഷണാർത്ഥം നടത്തുന്ന ഒരു ചടങ്ങാണ് നാളെ കൊടുങ്ങല്ലൂർ കാവിൽ നടക്കുന്നത്. ചാന്താട്ടം എന്നാണ് അതിനെ പറയുന്നത്. അത് കൊടുങ്ങല്ലൂർ കാവിൽ ഭരണിയോടനുബന്ധിച്ച് തൃച്ചന്ദന ചാർത്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ തൃച്ചന്ദനം എന്ന് പറയുന്ന പ്രസാദം പോലെ തന്നെ വളരെ അമൂല്യമായിട്ടുള്ള ഒരു പ്രസാദമാണ് ചാന്ത് എന്ന് പറയുന്നത്. തൃച്ചന്ദനം പോലെ തന്നെ ആ ചാന്താട്ടത്തിന് ഉപയോഗിക്കുന്ന ചാന്തിൻ്റെ കൂട്ടുകളും വളരെ രഹസ്യമായിട്ട് തന്നെയാണ് ഇവിടെ സൂക്ഷിക്കുന്നത്. പുറത്ത് അത് മറ്റുള്ളവരോട് പറയാറില്ല. എന്നാലും ഏകദേശം 11 കൂട്ടം സുഗന്ധദ്രവ്യങ്ങൾ അല്ലെങ്കിൽ മരുന്നുകൾ അതിൽ ചേർക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. അതിൽ ഗോരോചനം, അതുപോലെ തന്നെ കസ്തൂരി, കുങ്കുമപ്പൂവ്, അങ്ങനെയുള്ള സുഗന്ധദ്രവ്യങ്ങളെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ട് എന്താണ് എന്നുള്ളത് രഹസ്യമായിട്ട് തന്നെ ഇരിക്കട്ടെ. ഏതായാലും തേക്കിൻ്റെ കറ ഉപയോഗിച്ചാണ് പ്രധാനമായിട്ടും ഈ ചാന്ത് എന്ന് പറയുന്നതിനുള്ള, അതായത് ഈ തേക്കിൻ്റെ കറയിലാണ് ഈ സുഗന്ധദ്രവ്യങ്ങളെല്ലാം ചേർത്ത് ചാന്താട്ടത്തിന് വേണ്ടിയുള്ള ആ ഒരു കൂട്ട് നിർമ്മിക്കുന്നത് എന്ന് തന്നെ പറയാം. അപ്പോൾ ആ തേക്കിൻ്റെ കറ എന്ന് പറയുന്നത് എടുക്കുന്നത് ചൂടാക്കി തിളപ്പിച്ച് ആണ് അതിൻ്റെ കറ എടുക്കുന്നത്. അതിൻ്റെ ആ ഒരു പഴയ രീതിയുണ്ട്. ആ പഴയ രീതിയൊന്നും അല്ല ഇപ്പോൾ പിന്തുടരുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത്. ഏതായാലും തേക്കിൻ്റെ കറ തന്നെയാണ് ചാന്താട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അത് കലശങ്ങളിലാക്കി മുഖമണ്ഡപത്തിൽ വെച്ച് കലശപൂജ പോലെ തന്നെയുള്ള ആ പ്രധാനപ്പെട്ട പൂജാകർമ്മങ്ങൾ നടത്തിയതിന് ശേഷം, അതും പന്തീരടി പൂജയ്ക്ക് ശേഷം ആണ് വടക്കോട്ട് ദർശനമായിരിക്കുന്ന അമ്മയുടെ ആ ദാരു വിഗ്രഹത്തിലേക്ക് അഭിഷേകമായിട്ടാണ് അത് ചെയ്യുന്നത്. അതിൽ നിന്ന് ഊർന്നിറങ്ങി വരുന്ന ആ ഒരു അമൂല്യമായിട്ടുള്ള അമ്മയുടെ പ്രസാദം എന്ന് പറയുന്നത്, ആ ചാന്ത് എന്ന് പറയുന്നത്, പണ്ടുകാലത്ത് വിവാഹ ചടങ്ങുകളിലൊക്കെ അഷ്ടമംഗല്യം ഒരുക്കുന്ന സമയത്ത് അതിലൊരു കൂട്ടായിട്ട് വെക്കാറുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ച്, അതായത് സുമംഗലികളായുള്ള സ്ത്രീകളെ സംബന്ധിച്ച് അതിൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് ദീർഘമംഗല്യം ലഭിക്കുന്നതിന് വേണ്ടി അത് നെറ്റിയിൽ തൊടുക എന്നുള്ള രീതിയിൽ അവർ ഉപയോഗിക്കാറുണ്ട്. അതേപോലെ തന്നെ മറ്റ് ഭക്തരും ദേവിയുടെ സാമീപ്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും എന്നുള്ള ആ ഒരു വിശ്വാസത്തോടു കൂടി ഈ ചാന്ത് എന്ന് പറയുന്നത് നെറ്റിയിൽ തൊടാറുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ആ ഒരു ചാന്താട്ടം എന്ന് പറയുന്ന ചടങ്ങ് നടക്കുന്നത് മേടമാസത്തിലെ കാർത്തിക നാളിലാണ്. അതാണ് നാളെ കൊടുങ്ങല്ലൂർ കാവിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു അമൂല്യമായിട്ടുള്ള പ്രസാദം എന്ന് പറയുന്നത് വളരെ കുറച്ച് പേർക്കേ അത് കിട്ടുള്ളൂ. കാരണം ലിമിറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ അത് വരുന്നത് തന്നെ. ആ കിട്ടുന്നത് തന്നെ ദേവിക്ക് അഭിഷേകം നടത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പ്രസാദം നാളെ കൊടുങ്ങല്ലൂർ ഭാഗ്യമുള്ളവർക്ക് കിട്ടും. എത്ര പേർക്ക് കിട്ടും എന്നൊന്നും എനിക്കറിയില്ല. വളരെ കുറച്ച് മാത്രമാണ് ഭക്തർക്ക് അത് കൊടുക്കുന്നത് എന്ന് പറയപ്പെടുന്നുണ്ട്. ഏതായാലും ആ അമൂല്യമായിട്ടുള്ള പ്രസാദം സ്വീകരിക്കാൻ സാധിക്കുന്നവർ അത് സ്വീകരിക്കുക. അത് അമ്മയുടെ ആ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മളത് നെറ്റിയിൽ തൊട്ട് കഴിഞ്ഞാൽ നമുക്കുണ്ടാവും. ആ അമ്മയുടെ സാമീപ്യം നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും എന്നൊക്കെയാണ് വിശ്വാസം. ഈ അത്യപൂർവമായിട്ടുള്ള ഔഷധക്കൂട്ട് എന്ന് പറയുന്നത് തയ്യാറാക്കി കൊണ്ടുവരുവാനുള്ള അവകാശം ഒറ്റപ്പാലം കുന്നത്തറ ദേശത്ത് മുച്ചിരിക്കൽ തറവാട്ടുകാർക്കാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ചാന്താട്ടവുമായിട്ട് ബന്ധപ്പെട്ട് അമ്മയുടെ തിരുവാഭരണങ്ങളെല്ലാം തന്നെ അഴിച്ചു വെക്കുന്നത്, പിന്നീട് വീണ്ടും തിരുവാഭരണങ്ങൾ അണിയിക്കുന്നത്, അതായത് സർവാഭരണ വിഭൂഷിതയായിട്ട് അമ്മയെ കാണാൻ സാധിക്കുന്നത് ഇനി വരുന്ന കർക്കിടക മാസം 1-ാം തീയതിയാണ് എന്നുകൂടി മനസ്സിലാക്കുക.
സുഗന്ധദ്രവ്യങ്ങൾ ചേർത്തുള്ള അമൂല്യമായിട്ടുള്ള പ്രസാദം തന്നെ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അത് സ്വീകരിക്കുക. അമ്മേ ശരണം, ദേവീ ശരണം.